ഒരാളോട് സംസാരിച്ചു പിരിഞ്ഞതിനു ശേഷവും ആ സംഭാഷണങ്ങൾ ചിലപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അവിടെ അവസാനിക്കാതെ നിൽക്കാറുണ്ടോ? ചിലപ്പോൾ അത് കുറ്റബോധമായിരിക്കാം. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ എന്റെ ആ തമാശ അവർക്ക് മോശമായി തോന്നിയിട്ടുണ്ടാകുമോ എന്നു ചിന്തിച്ച് കഴിഞ്ഞുപോയ ഒരു സംഭാഷണത്തെ പലരും വീണ്ടും വീണ്ടും ഓർക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു തമാശ കേട്ട് എല്ലാവരും ചിരിച്ച നിമിഷമോർത്ത് നിങ്ങൾ തനിയെ ചിരിക്കുന്നുമുണ്ടാകാം. കഴിഞ്ഞുപോയ ഒരു സംഭാഷണത്തിൽ തന്നെ മനസ്സ് പലപ്പോഴും ഇങ്ങനെ കുരുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ളത് എന്തുകൊണ്ടാകാം? സൈക്കോളജിയിൽ ഇതിനെ സോഷ്യൽ റൂമിനേഷൻ അഥവാ പോസ്റ്റ് ഇവന്റ് പ്രോസസ്സിംഗ് എന്ന് വിളിക്കാറുണ്ട്. മനുഷ്യനിങ്ങനെ ചിന്തിക്കുന്നതിനു പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. എങ്കിലും ഇതിനെക്കുറിച്ച് സൈക്കോളജി നൽകുന്ന പ്രധാനപ്പെട്ട ചില വിശദീകരണങ്ങൾ നോക്കാം. ഇതിലൊന്നാമത്തേത് സൈക്കോളജിയിൽ ഇംപ്രഷൻ മാനേജ്മെന്റ് എന്ന് വിളിക്കുന്ന പ്രവണതയുമായി ബന്ധപ്പെട്ടിരിക്കാം. അതായത്, സമൂഹത്തിൽ മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മുടെ ഇമേജ് സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇമേജ് മോശമാകാൻ പാടില്ല എന്ന് പൊതുവെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങളിൽ ഒരബദ്ധം പറ്റി ആ ഇമേജ് തകരാതിരിക്കാൻ കഴിഞ്ഞുപോയ സംഭാഷണങ്ങളെ തലച്ചോറ് പലപ്പോഴും ഇങ്ങനെ ഇഴതീറി പരിശോധിക്കുന്നതാകാം. ഇതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം ദി സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന സൈക്കോളജിക്കൽ പ്രതിഭാസമാകാം. നമ്മൾ എപ്പോഴും ഒരു സ്റ്റേജിലാണെന്നും മറ്റുള്ളവർ നമ്മുടെ ഓരോ വാക്കുകളും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും പലർക്കും തോന്നാറുള്ള ഒരു കാര്യമാണിത്. എന്നാൽ മിക്കവാറും യാഥാർത്ഥ്യം അതായിരിക്കില്ല. നിങ്ങൾ ആ സംഭാഷണത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കുമ്പോൾ മറ്റേയാൾ മിക്കവാറും അവരുടെ സ്വന്തം കാര്യങ്ങളെക്കുറിച്ചാകും ചിന്തിക്കുന്നത്. നമ്മൾ ഭയക്കുന്നതുപോലെ നമ്മുടെ വാക്കുകൾ അവർ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാകണമെന്നില്ല. ഇനി ഇതിന്റെ പോസിറ്റീവായ മറ്റൊരു വശം കൂടി നോക്കാം. സേവറിംഗ് എന്നാണ് സൈക്കോളജി ഇതിനെ വിശദീകരിക്കുന്നത്. അതായത്, നമ്മൾ ഷൈൻ ചെയ്ത നിമിഷങ്ങൾ വീണ്ടും ഓർക്കുന്ന അവസ്ഥ. ഒരു കൂട്ടത്തിൽ നമ്മൾ സ്വീകരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ തലച്ചോറിൽ ഡോപ്പമിൻ പോലെയുള്ള റിവാർഡ് കെമിക്കലുകൾ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ സന്തോഷവും ആത്മവിശ്വാസവും വീണ്ടും വീണ്ടും അനുഭവിച്ച് ഉറപ്പിക്കാനാകാം മനസ്സ് ആ സീൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഈയൊരു പ്രവണത മിക്ക മനുഷ്യരിലും കാണാറുണ്ടെങ്കിലും ചിലരിൽ ഇത് വളരെ അമിതമായി മാറാറുണ്ട്. ഇതിനു പിന്നിലും ചില കാരണങ്ങളുണ്ടാകാം. ഒന്ന്, സോഷ്യൽ ആങ്സൈറ്റി. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന അമിതമായ ഉത്കണ്ഠയുള്ളവരിൽ തലച്ചോറിന്റെ അലേർട്ട് സിസ്റ്റം കൂടുതൽ ആക്റ്റീവാകാൻ സാധ്യതയുണ്ട്. ഇത് കാരണം മറ്റുള്ളവരുടെ ചെറിയ മുഖഭാവങ്ങൾ പോലും അവർ അമിതമായി വിശകലനം ചെയ്തേക്കാം. രണ്ട്, ഇൻട്രോവേർട്ടുകളുടെ സ്വഭാവം. എക്സ്ട്രോവേർട്ടുകളെപ്പോലെ വികാരങ്ങൾ പെട്ടെന്ന് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഓരോ ചെറിയ കാര്യങ്ങളെയും ഉള്ളിലിട്ട് ആഴത്തിൽ വിശകലനം ചെയ്യാൻ സാധ്യതയുള്ളവരാണ് പലപ്പോഴും ഇൻട്രോവേർട്ട് പ്രകൃതമുള്ളവർ. മൂന്ന്, പെർഫെക്ഷനിസം. ഒരു സാധാരണ സംഭാഷണത്തിൽ പോലും തങ്ങൾക്ക് യാതൊരു പിഴവും സംഭവിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവരിൽ ചെറിയൊരു അബദ്ധം പോലും വലിയൊരു മാനസിക ഭാരമായി മാറിയേക്കാം. നാല്, ആത്മവിശ്വാസക്കുറവ്. സ്വന്തം മൂല്യത്തെക്കുറിച്ച് സംശയമുള്ളവർക്ക് മറ്റുള്ളവർക്ക് തന്നെ ഇഷ്ടമാണോ എന്ന് എപ്പോഴും ഉറപ്പുവരുത്തേണ്ടി വരാറുണ്ട്. അതിനായി അവർ ചിലപ്പോൾ ഓരോ സംഭാഷണവും പൂർണ്ണമായി പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിച്ചേക്കാം. ചുരുക്കത്തിൽ, അബദ്ധങ്ങളോർത്ത് വിഷമിക്കുന്നത് നമ്മുടെ ഇമേജ് തകരാതിരിക്കാൻ തലച്ചോറ് സ്വീകരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. എന്നാൽ ഷൈൻ ചെയ്ത കാര്യങ്ങളോർത്ത് സന്തോഷിക്കുന്നത് ഒരാഘോഷമാണ്. അതുകൊണ്ട് കഴിഞ്ഞുപോയ ഒരു സംഭാഷണമോർത്ത് ഇനി അമിതമായി ആകുലപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. മനുഷ്യന്റെ മനസ്സിലെ ഇത്തരം കൗതുകകരമായ കാര്യങ്ങൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഈ ചാനലിനൊപ്പം കൂടാം. Until the next thought, the human delay.